ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചൊവ്വാഴ്ച ഉച്ച മുതൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് കുറച്ച് വിശേഷങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണി ഇപ്പോൾ ഏകദേശം ഒരു 11:45 ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കൊടുക്കാനായിട്ടുള്ള സമയമായി. ഇന്നിപ്പോൾ ഒരാളെ പോയിട്ടുള്ളൂ, ഒരാൾക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ലഞ്ച് കൊണ്ടുപോയി കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മക്കളെ സ്കൂളൊക്കെ വീടിനടുത്തായതുകൊണ്ട് ഞാൻ ലഞ്ച് കൊടുത്തു വിടാറില്ലേ. ഉച്ചയ്ക്ക് ഇതുപോലെ ലഞ്ച് കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമോ കാര്യങ്ങളൊക്കെ വരണം, എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനപ്പോൾ സ്കൂളിൽ പിന്നെ അവർ രാവിലെ തന്നെ ലഞ്ച് ബോക്സ് കൊടുത്തു വിടും. ഇല്ലെങ്കിൽ ഞാനിതാണ് ചെയ്യാറ്. ലഞ്ച് കൊടുത്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സ്ഥിരം റൊട്ടീൻ എന്ന് പറയുന്നത് കൈയൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുവേ. കാരണം നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ കിച്ചണിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തതായിരിക്കില്ല. അപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തൊന്ന് ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം പിന്നെ റെസ്റ്റ് എടുക്കും. ഒരു 10-20 മിനിറ്റെങ്കിലും, ചിലപ്പോൾ അത് 30 മിനിറ്റ് വരെ നീണ്ടുപോകാറുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അത്രയൊന്നും ഇരിക്കാനൊന്നും വിചാരിച്ചില്ല. കുറച്ച് നേരം ഒന്നും ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് ചിലപ്പോൾ ബുക്ക് വായിച്ചിട്ടായിരിക്കുക, അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണും, അതൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ബുക്ക് വായിക്കാമെന്നാണ്. കാരണം അതിൻ്റെ ഒരു പോർഷൻ വരെ ഞാൻ വായിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫുൾ വായിച്ച് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പോർഷൻ. എനിക്കിതുപോലെ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ, അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കഥകളൊക്കെ വായിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. കുറച്ച് നേരം ഇരുന്ന് വായിച്ചിട്ട് ഞാൻ പിന്നെ ലഞ്ച് കഴിക്കാനുള്ള സമയമായപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയേ. ഇനി ലഞ്ചൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വേണം എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ. കറിക്കിന്ന് പുളിശ്ശേരിയും ക്യാരറ്റ് തോരനും രാവിലത്തെ ഉരുളക്കിഴങ്ങ് മസാലയും പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ കറി തലേദിവസത്തെ വറ്റിച്ചതും പിന്നെ എക്സ്ട്രാ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ടാണ് കഴിച്ചത്. എല്ലാ ദിവസവും ഇത്രയും കറികളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് മസാല രാവിലത്തെ മിച്ചം വന്നതാണ്. പിന്നെ മുട്ട പൊരിച്ചത് 2 ദിവസത്തിലൊരിക്കലെങ്കിലും ഒരു മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു മുട്ടയോട് പൊരിച്ച് കഴിച്ചതാണ്. ഇനി ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കിച്ചൻ്റെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഞാൻ പിറ്റേ ദിവസം കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാസത്തിലെല്ലാ തവണയും ഇതുപോലെ ഡീപ്പ് ക്ലീൻ എല്ലായിടവും ചെയ്യും. അപ്പോൾ എല്ലാം ഒരുമിച്ചല്ല ചെയ്യുന്നത്. ഒരു ദിവസം കിച്ചൺ ആണെങ്കിൽ ഒരു ദിവസം ബെഡ്റൂമോ ഒരു ടോയ്ലറ്റോ അങ്ങനെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് തോന്നുകയും ചെയ്യും. ആ ഒരു ക്ഷീണം ആ ഒരു ദിവസവും പിറ്റേ ദിവസവും ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും വലുതായിട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇന്നൊന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് ചെയ്തു വയ്ക്കാം. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് ഇതുപോലെ ഫ്രീ ആയിട്ട് നല്ല വലിയ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാതെ നമുക്കത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കബോർഡ് മുകളിലത്തെ കബോർഡും താഴെയും കുറച്ച് കബോർഡുകളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കബോർഡിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനകത്ത് ഷീറ്റൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റൊക്കെ ഒന്നെടുത്ത് തുടച്ചു. പിന്നെ നമ്മുടെ കോളിന് ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ കുപ്പിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്നൊക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കി. ഇവിടെ ഗ്ലാസിൻ്റെ കുപ്പികളാണ് കൂടുതലും ഉള്ളത്. എനിക്ക് എല്ലാ മാസവും ഇതൊക്കെ തന്നെയാണല്ലോ പണി. അതുകൊണ്ട് വലുതായിട്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എൻ്റെ കണ്ണത്താത്ത എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് അല്ലേ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ കബോർഡിൽ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും എനിക്ക് വെക്കാനായിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും. പിന്നെ മുകളിലത്തെ ഒരു കപ്പും ബൗളൊക്കെ വയ്ക്കുന്ന ആ ഒരു സ്പേസിൽ മാത്രം ഞാൻ ഒരു ഷീറ്റ് പേപ്പർ വിരിച്ചിട്ടാണ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പഴയ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി സെറ്റൊക്കെ ആക്കി എടുത്തു. അങ്ങനെ ആ ഏരിയയുടെ പണിയൊക്കെ കഴിഞ്ഞു. കിച്ചൻ്റെ മുകളിലത്തെ സൈഡിൽ ആ കണ്ട 3 സെറ്റ് കബേർഡാണുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ താഴെ കുറച്ച് കബേർഡുകളുണ്ട്, അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. മുകളിലത്തെ കബോർഡൊക്കെ ക്ലീൻ ആക്കുന്ന ടൈമിൽ ഞാൻ എത്താത്തതുകൊണ്ട് ചെയർ ഇട്ടിട്ട് അതിന് മുകളിൽ നിന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ താഴത്തെ കബോർഡല്ലേ വിശാലമായിട്ട് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പണിയാണ്. കാരണം ഇരിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വലിഞ്ഞു കയറി നിന്നിട്ട് വേണം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വലയടിക്കുന്ന ഒരു സാധനം ഇതുപോലെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ അത് കേടായതുകൊണ്ട് ഇനി ഒന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ എപ്പോഴും മറന്നു പോകും. ഈ സൈഡിലെ കബോർഡിലാണെങ്കിൽ തെർമൽ കുക്കറും പിന്നെ ഞാൻ സ്ഥിരം എടുക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതിന് ഞാനൊരു ഷീറ്റ് വിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഷീറ്റൊക്കെ ഒന്നെടുത്ത് മാറ്റി തുടച്ചു. പിന്നെ ആ കബോർഡിൻ്റെ ഉള്ളിൽ ടൈലൊക്കെ വെച്ചിരിക്കുന്ന ആ പാർട്ടൊക്കെ ഒന്ന് കോളിനൊക്കെ ഉപയോഗിച്ച് തുടച്ചു. ഈ പണിയൊക്കെ നമുക്ക് എങ്ങനെ കാണുമ്പോൾ നിസ്സാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ നല്ലൊരു എഫേർട്ടൊക്കെ ഇട്ടിരുന്നാൽ മാത്രമേ ഈ പണിയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി കൂടും. എന്നിരുന്നാലും നമുക്കിതൊക്കെ ചെയ്ത് കഴിയുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്.
ഇതൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓരോ ജോലിക്ക് എന്തുമാത്രം എഫേർട്ട് ഇടുന്നുണ്ടെന്നും പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖവും ഒക്കെ ഫീലും ഒക്കെ അത് അങ്ങനെ ചെയ്യുന്നവരോട് ചോദിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഈ സൈഡിലുള്ള കബോർഡിലാണ് ഞാൻ എൻ്റെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അരി പച്ചരി ഉഴുന്നൊക്കെ ഇല്ല, അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഞാൻ പൊടിയൊക്കെ തുടച്ചൊന്ന് ക്ലീനൊക്കെ ആക്കി എടുത്തു. പിന്നെ ഞാൻ വെള്ളത്തോടും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു കൈയോടുകൂടി ഞാൻ ചെന്ന് കബോർഡ് തുറക്കുക അല്ലെങ്കിൽ നമ്മൾ കുപ്പി എടുക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കൂടുതൽ നാളിരിക്കും. കാരണം നമ്മൾ ഈ അങ്ങനെയൊക്കെ ചെയ്ത് ചെന്ന് പിടിക്കുമ്പോഴാണ് ഇതിൽ കബോർഡിലൊക്കെ പെട്ടെന്ന് അഴുക്കൊക്കെ പറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനിതുപോലെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഒന്നി എന്തെങ്കിലും തോർത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കെട്ടിയിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടവൽ ഇട്ടേക്കും. ഏപ്രണും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ അപ്പോഴപ്പോഴും കുപ്പി എടുക്കുകയും കബോർഡൊക്കെ തുറക്കുകയൊക്കെ ചെയ്യുന്നത്. അത് എത്ര പേർക്ക് അത് വർക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കബോർഡിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ മറ്റുള്ള കബോർഡൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ളതൊക്കെ തുറന്നിങ്ങനെ വായുസഞ്ചാരം കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തുടച്ചതൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഷീറ്റൊക്കെ വിരിച്ച് പാത്രമൊക്കെ തിരിച്ചെടുത്ത് വെച്ചത്. ഇനിയുള്ള ജോലിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൂക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ജോലിയൊക്കെ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ലവ് യു.